നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആണ്. അടുത്ത വരുന്നത് ബ്ലാക്ക് ആട്ടോ. ഈ കുർത്തിക്കിന് ബ്ലാക്ക് ഇറക്കിയില്ലെങ്കിൽ എനിക്കൊരു സങ്കടമാണ്. കാരണം ബ്ലാക്കിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ഏത് ഇതിലെടുത്താലും ബ്ലാക്ക് എന്ന് പറഞ്ഞ ഷെയ്ഡ് നമുക്കൊരു എടുപ്പ് കൂടുതൽ തന്നെ കിട്ടും കേട്ടോ. അതിങ്ങനെ കളർ ടോൺ നോക്കിയിട്ടല്ല, എല്ലാവരുടെയും സ്കിൻ ടോണിന് ചേരുന്ന കളറാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത്. അതിലൊക്കെ കുറച്ചൊരു നിറ കൂടുതലും കൂടെ തോന്നിക്കും കേട്ടോ. നമുക്ക് കുറച്ചൊരു എടുപ്പ് കൂടുതൽ കിട്ടും മുഖത്തിനൊക്കെ. പിന്നെ ദുപ്പട്ട ബ്ലാക്കും ഉണ്ട്, പിന്നെ ഒരു ബ്ലൂവിൻ്റെ കൂടെ കോമ്പിനേഷൻ കൊടുത്താൽ ശരിക്കും പാകിസ്ഥാനി വന്ന പോലെ ഇപ്പോൾ അതൊക്കെ എടുത്തവരാണെങ്കിൽ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് നിൽക്കരുതെന്ന് വെച്ചിട്ട് കുറച്ചൊരു ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ഭയങ്കര അതുപോലെ തന്നെ ഇരിക്കത്തില്ല, ഇത് കുറച്ച് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിലേ കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതിങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു മോഡൽ ഫീൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ലൈറ്റ് ഒരു മിക്സഡ് കളറിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷനൂടെ വരുമ്പോൾ കാണാൻ നല്ല കേട്ടോ. ശരിക്കും അതിൻ്റെ ഒരു നേരിട്ട് കണ്ടപ്പം അതിൽ നമുക്ക് നോർമലി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രസമായിട്ട് തന്നെ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ഫുള്ള് ഗ്ലാസ് വർക്ക് കൂടെ ചെയ്തപ്പോഴത്തേനും അതിൻ്റെ ഭംഗി ഇരട്ടിച്ചെന്ന് തന്നെ പറയാം. പാകിസ്ഥാനി എടുത്തവർക്കും എടുക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ കുറച്ച് പ്രിന്റ് ഒക്കെ ഡിഫറെന്റ് ആക്കി തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ഇതിൻ്റെ അകത്തൊരു ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്ന സാറ്റൻ സിൽക്ക്, അത് ബ്ലാക്ക് കളർ തന്നെയാണ്. പിന്നെ നമ്പർ V235, റേറ്റ് 899. അടുത്ത് വരുന്നത് ഒരു പീച്ചും ബ്രിക്കും കൂടെ ചേർന്നിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര ബ്രിക്കല്ല കേട്ടോ, കുറച്ച് ബ്രിക്ക് കളർ കൂടുതലായിട്ട് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ബ്രിക്കല്ല, കുറച്ച് പീച്ചിൻ്റെയും കൂടെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു കളറാണ്. ദുപ്പട്ട സെയിം നമുക്ക് മുമ്പേ കാണിച്ച സെയിം പ്രിന്റും കാര്യങ്ങളുമാണ്. അതിൻ്റെ അകത്ത് ഫുൾ ഗ്ലാസ് വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നത് പ്രിന്റ് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. പീച്ചിലൂടെ ഒരു വെറൈറ്റി പ്രിന്റ് ആണ് ഇത്. വെറൈറ്റി മീൻസ് അജ്രക്കിൽ മൊഡാലിൽ എപ്പോഴും കോമൺ ആയിട്ട് കൂടുതൽ വരാറുള്ള ആ ടൈപ്പ് പ്രിന്റുകളാണ് എടുത്തേക്കുന്നത്. ഫുള്ളായിട്ട് ഗ്ലാസ് വർക്ക് കൊണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനി അതുപോലെ തന്നെ എനിക്ക് ചിലതിന് അതിൽ കൂടുതൽ ഭംഗിയുണ്ട്. കാരണം മൊഡാൽ ഫീലൂടെ വരുന്നുണ്ട്, അതിൽ കൂടുതൽ ഭംഗിയും കൂടെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പം മൊഡാലിൻ്റെ ഒരു ഇത് തന്നെയായതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ഗ്ലാസ് വർക്ക് കൂടെ എക്സ്ട്രാ ചെയ്തേക്കുന്നുണ്ട്, കുറച്ചൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇടുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് അങ്ങനെ കിടന്നോളും. തലയിലൊക്കെ ഇട്ടാലും അങ്ങനെ കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ബോട്ടം വരുന്നത് സാറ്റൻ സിൽക്കാണ്. നമ്പർ V238, റേറ്റ് 899. ഇതും മൊഡാലിൽ ഭയങ്കരമായിട്ട് നല്ല സെയിലുള്ള ഒരു കളറാണ്. നമുക്കൊരു ബ്ലൂയിഷ് ആഷ് കളറിലാണ് ഇത് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. അതിനകത്ത് ചെറുതായിട്ട് ആ ഒരു ബ്രിക്ക് ഷെയ്ഡൂടെ ഇറക്കി വരുമ്പോഴത്തേനും ആ ഒരു പ്രിന്റിന്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂടും. നിങ്ങൾക്കിത് പ്ലെയിൻ ആയിട്ട് ഞാൻ അങ്ങനെ ഇറക്കിയപ്പോൾ പ്ലെയിൻ ആയിട്ട് അങ്ങ് ഇറക്കി എന്നുള്ളതേ ഉള്ളൂ. ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു ബട്ടൺ ഡിസൈൻ ഒക്കെ കൊടുത്താലും കുറച്ചുകൂടി ഒരു ഭംഗിയാക്കാം. പ്ലെയിൻ ഇറക്കിയതിന്റെ കാര്യം നിങ്ങൾക്ക് വേറെതിൻ്റെ കൂടെ ആണല്ലോ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് പാറ്റേൺ ഇടാലോ എന്ന് ഓർത്തിട്ടാട്ടോ. കാരണം ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പോർഷനൊക്കെ എടുത്ത് നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്ത് എടുക്കാം. പക്ഷേ എപ്പോഴും എനിക്ക് ഒരു പേഴ്സണൽ എനിക്ക് ഇഷ്ടം ഈ ഒരു ദുപ്പട്ടയുടെ ഭംഗി പോകാതെ തന്നെ പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന ടോപ്പുകൾക്കാണ് ദുപ്പട്ട ഭംഗി പോകാതെ തന്നെ നിൽക്കുന്നത്. അതിനൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ലുക്ക് കിട്ടും. ആ ഒരു ഫ്രണ്ട് പോർഷനെ വെച്ച് ചെയ്യുന്നതിനും പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷോള് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിർത്തുന്നതിനും തമ്മിൽ ഒരു കാഴ്ചയ്ക്ക് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടുന്നത് ഭയങ്കര ലുക്കാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്കും താല്പര്യം ഇടാൻ തോന്നിയോണ്ട് നമ്മളങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇറക്കിയത്. മാത്രമല്ല റേറ്റും കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റുമല്ലോ. ബോട്ടവും ഒക്കെ എല്ലാം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ടോപ്പിന് നല്ല ലെങ്ത് ഉണ്ട്, ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട്. ഇതിന്റെ നമ്പർ V241, റേറ്റ് 899. ലാസ്റ്റ് കളർ ഇതാണ് കേട്ടോ, ഗ്രീനിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇത് ടോപ്പിന്റെ കളർ കുറച്ചൊരു ലൈറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, ഒരു ഡസ്റ്റി ടൈപ്പ് ഗ്രീൻ ഷെയ്ഡ്. അപ്പൊ അതിന്റെയും കൂടെ ചേർത്തിട്ട് നമുക്ക് ദുപ്പട്ടയ്ക്ക് ആ ഒരു ഭംഗി കൂടുതൽ കിട്ടും. ലൈറ്റും ഡാർക്കും കോമ്പിനേഷനിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ഇത് ഭയങ്കര രസമാട്ടോ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയുന്നത്. നമുക്കിത് തലയിലൊക്കെ ഇടുമ്പോഴത്തേനും കറക്റ്റായിട്ട് ഈ ദുപ്പട്ട മാത്രമായിട്ട് മൊത്തത്തിൽ എടുത്ത് നിൽക്കുമല്ലോ. അപ്പോൾ ടോപ്പ് സത്യം പറഞ്ഞാൽ അതിനെ ഈ ദുപ്പട്ടയുടെ ഭംഗിയുണ്ട്. ടോപ്പിന് നമ്മൾ ശ്രദ്ധിക്കത്ത് പോലും ഇല്ല, അത്ര രസമായിട്ടാണ് ആ ദുപ്പട്ടയുടെ കളർ കോമ്പിനേഷൻ നിൽക്കുന്നത്. ചെറുതായിട്ട് ബ്രിക്ക് ഷെയ്ഡ്, ബ്രിക്കും മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് പോയിട്ടുണ്ട്. താഴെ ടാസിൽസ് ഉണ്ട്. മെയിനായിട്ട് ഞാൻ പറഞ്ഞത് എല്ലാം ദുപ്പട്ടയോട് മാത്രം നമ്മുടെ കണ്ണു പോകുള്ളൂ, അത്ര രസം അത് കാണാനായിട്ട്. ഇതിന്റെ ബോട്ടം വരുന്നത് സാറ്റൻ സിൽക്കാണ്. അപ്പോൾ ഇതിന്റെ നമ്പർ V237, റേറ്റും റീസണബിൾ 899.